പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. എബ്രായ ലേഖനം 11 അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹാനോക്കിന്റെ ജീവിതം സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ മറ്റൊരു സാക്ഷ്യം അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള ഒരു ജയജീവിതം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. വാക്യം 5 ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാൻ കഴിയുമോ? അങ്ങനെ ദൈവവും ഹാനോക്കും ഒന്നിച്ചുള്ള ഒരു ജീവിതയാത്ര. അത് കാലങ്ങൾ, സംവത്സരങ്ങൾ, പതിറ്റാണ്ടുകൾ എടുത്തു. ഇരുവരും തമ്മിലുള്ള ഇഴയെടുപ്പം വർദ്ധിച്ചു. കൂട്ടായ്മ ശക്തിപ്പെട്ടു. ദൈവത്തോട് കൂടെ അല്ലെങ്കിൽ ദൈവം ഹാനോക്കിനോട് കൂടെ. എന്ത് അഭിമാനകരമായ ഒരു ആത്മീയ ജീവിതം! ഈ ഭൂമിയിൽ ദൈവം ഹാനോക്കിനോട് കൂടെ നടക്കുവാൻ ഒരവസരം അന്വേഷിച്ചു. നടന്ന് ഏറ്റവും അവസാനം ദൈവം ഹാനോക്കിന് വേണ്ടി പണി കഴിപ്പിച്ച സ്വന്തം വീട്ടിലേക്ക്. അപ്രകാരം ചിന്തിക്കുന്നതിൽ ഒട്ടും തെറ്റില്ല, അല്ലെങ്കിൽ അതിശക്തിയില്ല. ഇനിയും തിരിച്ച് ഹാനോക്കിന്റെ ഭവനത്തിലേക്ക് പോകുന്നതിനേക്കാൾ വളരെ എളുപ്പം ദൈവം ഹാനോക്കിന് വേണ്ടി ഒരുക്കിയ ഭവനത്തിലേക്ക് ഹാനോക്കിനെ ദൈവം പ്രവേശിപ്പിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എപ്പോഴും യഹോവാഭക്തനായിരിക്കാൻ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഈ ഭൂമിയിൽ വളരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്നുള്ള യജമാന്റെ വിളിക്ക് വേണ്ടി ഓഹരിക്കാരനായി തീർന്നു. ഹാനോക്കിന്റെ ജീവിതത്തിലെ എല്ലാ നടപ്പിലും കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ചു. തന്റെ ജീവിതത്തിലും സ്വഭാവത്തിലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ അവസാനം വരെ ജീവിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് മരണം കാണാതെ എടുക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ എക്കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ള ഒരു പഴയ നിയമ അടയാളമാണ്, അല്ലെങ്കിൽ മഹത്വത്തിലേക്കുള്ള ഒരു പ്രവേശിക മരണം കാണാതെ എടുക്കപ്പെടുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം. അത് പഴയ നിയമത്തിൽ രണ്ടുപേർ വ്യത്യസ്തമായി നിൽക്കുന്നു. ഒന്ന് ഹാനോക്ക്, രണ്ട് ഏലിയാവ്. ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു. ഇസബേൽ ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ഏലിയാവ് ഇതുവരെ മരിച്ചിട്ട് ഇപ്പോഴും മഹത്വത്തിൽ ജീവിക്കുകയാണ്. എക്കാലത്തുമുള്ള വിശുദ്ധന്മാർക്കൊരു മുൻകുറിയാണ്, അടയാളമാണ് പ്രവാചകനായ ഏലിയാവ്. ഇല്ല, ഇസ്രായേൽ നിന്നെ കൊല്ലുകയില്ല. ഇനി ഏലിയാവെ, അങ്ങ് ചിന്തിച്ച പോലെ നിനക്ക് സംഭവിക്കുകയില്ല. നീ മരണം ആഗ്രഹിച്ചു, മരണം കൊതിച്ചു, പക്ഷേ ഏലിയാവ് മരിച്ചില്ല. ഏലിയാവ് ഇപ്പോഴും ജീവിക്കും. അതുകൊണ്ടാണ് താബോർ മലയിൽ യേശു പ്രാർത്ഥിക്കുവാൻ കടന്നുപോയ രൂപാന്തര മലയിൽ പിതാവാൻ ദൈവം നിയോഗിച്ചയച്ച വലിയ 2 പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു ഏലിയാവ്. അതെ, കർത്താവിനെ സേവിക്കുന്നതിൽ ഒരു പ്രതിഫലമുണ്ട്. അവർ മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു. അതുവരെയും ഉൽപ്പത്തി പുസ്തകത്തിന്റെ എല്ലാ അധ്യായങ്ങളിലും മരണം ഒരു നിത്യവിഷയമായിരുന്നു. തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിനുശേഷം ആദാം ജീവിച്ചുവെങ്കിലും ആത്മാവിൽ മരിച്ച വ്യക്തിയായിരുന്നു. ആത്മാവിൽ മരിച്ച വ്യക്തികൾ എത്ര വർഷം ജീവിച്ചാലും അവർ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് അകന്ന് ആത്മാവിൽ മരിച്ചവരാണ്. അതാണ് എഫേസ്യർ 2:1 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. ആദാമിന് സംഭവിച്ചത് അപ്രകാരം ഒരു ആത്മീയമായ മരണമാണ്. ഹാവേൽ മരിച്ചു. അതിനുശേഷമുള്ള എല്ലാ പൂർവികന്മാരും മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ മരണം എല്ലാവരെയും കൊണ്ടുപോയി. എല്ലാവരുടെയും ജീവിതം ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. അവിടെ കൊണ്ടെല്ലാം അവസാനിച്ചപ്പോൾ ഹാനോക്കിന് മാത്രം മരണം കാണാതെ എടുക്കപ്പെടുവാനുള്ള, രൂപാന്തരപ്പെടുവാനുള്ള, മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരവസരം ലഭിച്ചു. അത് എല്ലാ തലമുറയിലുമുള്ള ദൈവഭക്തന്മാർക്ക് ഒരു അടയാളമായി അവശേഷിക്കും. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. 1-ാം നൂറ്റാണ്ടിൽ പോലും പൗലോസിന് കർത്താവിന്റെ വേഗത്തിലുള്ള പ്രത്യക്ഷതയെ കാത്തിരുന്ന ഭക്തനെയാണ് തന്റെ ലേഖനങ്ങളിൽ കൂടി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഇവിടെ വിശ്വാസത്തിൽ സാക്ഷി ലഭിച്ച ഹാനോക്ക് മരണം കാണാതെ മഹത്വത്തിലേക്ക് ഹാനോക്ക് ഉയർത്തപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം വീണ്ടും പഠിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ദൗത്യമാണ് നോഹ എന്ന വിശ്വാസ വീരനിൽ കൂടി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. 7-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വാക്യം 7. എന്താണ് നാം നോഹയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്? നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നു. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് നോഹ ലോകത്തിന് വെളിപ്പെടുത്തി, ബോധ്യപ്പെടുത്തി. ഭയാനകമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുകയാണ്. നോഹയും തന്റെ കുടുംബം ദൈവത്തിൽ വിശ്വസിച്ച് അല്പം ജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ടു. ഇതെക്കാലമുള്ള ദൈവപ്രവൃത്തി അതിനൊരു നിഴലായി നിൽക്കും. എന്താണ് നാളുകളിൽ ഈ ലോകത്തിന് സംഭവിക്കാനുള്ള ന്യായവിധി? വളരെ ഭയങ്കരമായ ഒരു ദൈവകോപം, അല്ലെങ്കിൽ തിരുനിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലവും തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകവും അതിന്റെ സകല സംവിധാനങ്ങൾ. എന്നാൽ ഇതിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്നുള്ള ദൈവീയ ആലോചന ഏറ്റെടുത്ത് രക്ഷപ്പെടുവാൻ ദൈവം നമ്മൾ നൽകിയിരിക്കുന്ന പെട്ടകമായ യേശുക്രിസ്തുവിൽ കൂടി രക്ഷപ്പെടുവാൻ ലോകത്തോട് പറയേണ്ട സാക്ഷി, അത് പങ്കുവെക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ദൂതാണ് സുവിശേഷം. നോഹയ്ക്ക് തന്റെ തലമുറയിൽ അപ്രകാരം സാക്ഷിക്കുവാൻ ഒരവസരം ലഭിച്ചപ്പോൾ നോഹയെ കുറിച്ച് ബൈബിൾ പറയുന്നത് നീതി പ്രസംഗിയായ ലോക.
ലോകത്തോട് വിളംബരം ചെയ്തു. ഒരു പ്രളയം, അത് വലിയൊരു ജലപ്രളയമായി ലോകത്തിന് നാശം സംഭവിക്കുമെന്ന് താൻ നാളുകൾ ആ സന്ദേശം അറിയിച്ചുകൊണ്ടിരുന്നപ്പോഴും ആരും വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാകാതെ ആ പെട്ടകത്തിൽ അല്പജനം 8 പേർ മാത്രം, നോഹയും തന്റെ കുടുംബം. ഹാനോക്കിന്റെ കുടുംബത്തെ കുറിച്ച് നമുക്കൊന്നും പറയുന്നില്ല. കുടുംബം ഉള്ളപ്പോൾ തന്നെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ കുടുംബവും തലമുറകളോ കുടുംബാംഗങ്ങളോ ബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഒന്നും തടസ്സമായില്ല. ഇവിടെ നോഹയുടെ ദൂതിൽ കുടുംബം വിടുവിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു. എന്റെ പ്രിയ സ്നേഹിതരെ, അതുവരെ മഴയെക്കുറിച്ചൊരു സൂചന പോലും ലോകത്തിനില്ലായിരുന്നു. പക്ഷേ ഒരു തുള്ളി മഴ പോലും താൻ തന്റെ ശരീരത്തിൽ വീഴുന്നത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത നോഹ ഇപ്രകാരം ഒരു പ്രളയം വന്ന് ഈ ഭൂതലം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞപ്പോൾ ആ ദൂതിൽ അല്ലെങ്കിൽ ആ അരുളപ്പാടിൽ വിശ്വസിച്ച് ഭയഭക്തി കൊണ്ട് ഒരു പെട്ടകം പണിയുവാൻ താൻ തയ്യാറാണ്. പെട്ടകത്തിനകത്ത് ദൈവകൃപയുടെ മുടിത്തിലകളും പെട്ടകത്തിന് പുറത്ത് ന്യായവിധിയുടെ പ്രളയത്തിൽ നിത്യനാശം. വരുവാനുള്ള ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് ഇതത്ര പ്രിയമുള്ളൂ. കൃപയുടെ വാതിൽ അടയുവാൻ സമയമായി. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാണ്. ഇതത്ര സുപ്രസാദ കാലം, ഇതത്ര രക്ഷാദിവസം. ദൈവം അറിയായ്മയുടെ കാലങ്ങളെ അലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. നോഹയെ പോലെ ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ സാക്ഷ്യം ലോകത്തോട് പറയുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ എന്തുകൊണ്ട് നാം വീണ്ടും അമാന്തിച്ചിരിക്കും? ഈ സമയത്തിന്റെ പ്രാധാന്യത നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഈ സന്ദേശം നശിച്ചു പോകുന്ന ലോകത്തോട് പങ്കുവെക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് നിങ്ങളെയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വാർത്ഥ ദൂതികളെ പർവ്വതങ്ങൾ നിങ്ങളുടെ കാലങ്ങൾ എത്ര മനോഹരം, സുവിശേഷത്തിന് ഒരുക്ക കാലിൽ ചെരുപ്പാക്കി മുൻപോട്ട് പോകുവാൻ. ആകയാൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോ, നിങ്ങൾ അല്ലെങ്കിൽ മറ്റാർ. ഈ സമയം നാം മൗനമായിരുന്നാൽ ആയിരങ്ങൾ ഈ നിത്യനരകത്തിൽ വീണ് വെന്തമരിക മാത്രമേ ഉള്ളൂ എന്നുള്ള ദുഃഖസത്യം ഈ പ്രഭാത സന്ദേശത്തിൽ കൂടി പങ്കുവെക്കട്ടെ. ദൈവം ഏവരെയും സഹായിക്കും.